ഹലോ ഗായ്സ്, വ്ളോഗ് സ്റ്റാർ ബസുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഹെയർ കെയറിൻ്റെ വീഡിയോ ആണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന, മുടി വളരുന്നില്ല എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ മുടി കൊഴിയുന്നു എന്ന് കരുതുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന, പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ചെറിയ ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് മുട്ടയുടെ വെള്ളയാണ്. താറാമുട്ട എടുക്കണ്ട, കോഴിമുട്ട മതി. കോഴിമുട്ടയുടെ വെള്ള, അതിലേക്ക് നമ്മുടെ ചുവന്നുള്ളിയുടെ നീര് മതി. ഇനിയും മുട്ടയുടെ വെള്ളയും ചുവന്നുള്ളിയും കൂടി ഒന്നിച്ചിട്ട് മിക്സിയിലിട്ട് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങനെയല്ല, അതിൻ്റെ നീര് മാത്രം എടുക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം. പിന്നെ അതിലേക്കൊരു വൈറ്റമിൻ ഇ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ കറ്റാർവാഴ ജെല്ല്, അലോവേര ജെല്ല് പിന്നെ നീരിളക്കത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക് വേണ്ട, അത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്ത് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അതിലേക്ക് നമ്മുടെ ഓയിൽ, അത് മറന്നുപോയി, നമ്മൾ ഏത് ഓയിലാണോ അപ്ലൈ, കാരണം മുടി കുറച്ച് ഡ്രൈ ആവും, മുട്ടയുടെ വെള്ളയല്ലേ, അപ്പോൾ കുറച്ച് അത് പിടിച്ച് വരുമ്പോൾ കുറച്ച് ഡ്രൈ ആവും. അതുകൊണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഏതെണ്ണ, ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന വെർജിൻ ഓയിലാണ്. ഞങ്ങൾക്കത് ഉണ്ടാക്കുന്ന ചേട്ടൻ്റെയൊക്കെ മൈക്രോ ഫിനാൻസിൽ വെർജിൻ ഓയിൽ, ശുദ്ധമായ വെർജിൻ ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു 4-5 വർഷമായിട്ട് ആ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, വേറെ ഓയിലൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതൊരു സ്പൂൺ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ എടുക്കുന്നത് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ടെയിൽ കോമ്പ്, ഈ ഒരു ടെയിൽ കോമ്പ് വെച്ചിട്ട് നമുക്ക് സെക്ഷൻ എടുത്ത് വേണം ചെയ്യാനായിട്ട്. സാധാരണ എണ്ണ തേക്കുന്ന പോലെ തേച്ചാൽ നമുക്ക് മുടിയിൽ അത്രയ്ക്കും അപ്ലൈ ആകത്തില്ല. അതുകൊണ്ട് നമ്മൾ നമുക്ക് സെക്ഷൻ എടുത്തുകൊണ്ട്, നമുക്ക് ഇതുപോലത്തെ ഒരു ടെയിൽ കോമ്പ് നമുക്കുണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ സെക്ഷൻ എടുത്തുകൊണ്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ കുറച്ച് ഭാഗം ഇപ്പോൾ അപ്ലൈ ചെയ്തു. അപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് ഇതൊരു വീഡിയോ ആയിട്ടിട്ടാൽ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് ഭാഗം ഇപ്പോൾ അപ്ലൈ ചെയ്തു, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ബാക്ക് പോർഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്ക് പോർഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫ്രണ്ടിലോട്ട് മുടി ഇട്ടിട്ട് ബാക്കിൽ നിന്ന് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്യുക. എല്ലാം ഫുൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഫുള്ളായിട്ടൊരു മസാജ് കൊടുക്കുക. അതിന് ശേഷം മുടിയെല്ലാം നമ്മൾ പൊക്കി കെട്ടി ഇവിടെ ഈ നെറുകിൽ കൊണ്ടുവന്ന് നന്നായിട്ട് ഇങ്ങനെ കെട്ടിവെക്കുക. ഒരു അരമണിക്കൂറോളം അങ്ങനെ ഇരിക്കട്ടെ. നമുക്കാകുമ്പോൾ ജോലി വീട്ടിലുണ്ടാവും. അപ്പോൾ ഒരു 15 മിനിറ്റ് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഇതും ഇവിടെ അപ്ലൈ ആയിക്കോളും. അപ്പോൾ അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് മുടിക്ക് നല്ല ഒരു ഗ്രോത്ത് നമുക്ക് തന്നെ തോന്നും. ഒരു ഉള്ള് നമുക്ക് ചിലപ്പോൾ എണ്ണയൊക്കെ വെച്ച് കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കും നമ്മുടെ മുടിയൊക്കെ ഒത്തിരിയും പോയല്ലോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ ഒരു മുട്ടയുടെ ഇത് ചെയ്യുമ്പോൾ കുറച്ചൊരു വോളി തോന്നും നമുക്ക് മുടിക്ക്. തന്നെയല്ല, മുടിയുടെ നല്ല സ്ട്രെങ്തി ആവും, മുടി വിട്ടു പോകത്തില്ല. ഞങ്ങൾ പണ്ട് മുതലേ ഇത് അമ്മ ചെയ്തു തരുന്ന ഒരു ടിപ്പാണ്. അമ്മയ്ക്കൊക്കെ ഇപ്പോഴും നല്ല മുടിയുണ്ട്, കൊഴിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നും, കാരണം അത്രയ്ക്ക് അമ്മയ്ക്കൊക്കെ നല്ല മുടിയുണ്ട്. അതുകൊണ്ടാണ് ഞാനും ഇത് നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ചെയ്ത് നോക്കുക. എനിക്ക് അത്യാവശ്യം ഇതുണ്ടോ, എനിക്ക് നല്ല നീളം ഉണ്ടായിരുന്നു. ഞാൻ ഒരു തോന്നലങ്ങ് തോന്നുമ്പോൾ പോയി സ്ട്രെയിറ്റ് കട്ട് ചെയ്യും, യു കട്ട് ചെയ്യും, സ്റ്റെപ്പ് കട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താണ് ഞാനിങ്ങനെ, എനിക്ക് ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിടുന്നത്. പിന്നെ അതുകൊണ്ട് ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഇപ്പോഴും മുടി ഇങ്ങനെ തന്നെ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിൽ പോലും ഒരാഴ്ച ഒരു ദിവസമെങ്കിലും നമ്മൾ നമ്മുടെ ഹെയറിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഹെയർ പോവും. പിന്നെ ഇപ്പോഴത്തെ ഒരു രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ മുടിയൊക്കെ എല്ലാവർക്കും കൊഴിയുവാണ്. അതപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കെമിക്കലില്ലാത്ത സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഇടണം. അപ്പോൾ ഞാനതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
ഓക്കെ. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ വസു ഇല്ല, വസു സ്കൂളിൽ പോയേക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.